ബിഗ് ബോസ് സീസൺ 8 മലയാളം അഗ്നിപരീക്ഷ എപ്പിസോഡ് 13 റിവ്യൂ. ഇന്നത്തെ എപ്പിസോഡിൽ ജഡ്ജിമാർ ഇറങ്ങിപ്പോയി. ഗെയിം തെറ്റിച്ച് കളിച്ചു. അതോ ജഡ്ജിമാരുടെ ഈഗോയോ? എന്താണ് കാരണം? എന്തായിരുന്നു ഇന്നത്തെ മെയിൻ ടാസ്ക്? പച്ച, മഞ്ഞ, നീല, ചുവപ്പ് ഈ കളറിൽ വലിയ വട്ടത്തിൽ വരച്ചു വച്ചിട്ടുണ്ടായിരിക്കും. ഓരോ റൗണ്ടുകളിലും ഈ കളർ മത്സരാർത്ഥികളുടെ തലയ്ക്ക് പുറകിൽ മാറി മാറി ഒട്ടിച്ചിരിക്കും. ആ കളറുകൾ സ്വയം കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടെയോ അത് കണ്ടുപിടിച്ച് സെയിം കളറിൽ പോയി നിൽക്കണം. അങ്ങനെ നിൽക്കുന്നവർ മുന്നോട്ട് പോകും, അല്ലാത്തവർ പുറത്താകും. ഓരോരുത്തരോടും എല്ലാവരും പോയി ചോദിക്കും. ഇതിൽ രാകേഷാണ് ആദ്യം ഔട്ടായത്. രാകേഷ് ലോലിതയെ വിശ്വസിച്ച് ലോലിതയോട് ചോദിച്ചു. ലോലിത തെറ്റായ കളറാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ രാകേഷ് ഔട്ടായി. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. നമ്മൾ വിശ്വസിക്കുന്നവർ ചിലപ്പോൾ നമ്മളെ ചതിച്ചെന്നിരിക്കും. അത് ഗെയിം സ്പിരിറ്റിലെടുത്താൽ മതി, അത് വേറെ കേസ്. ഷാമോനും ഷിജിലാലും പ്ലാൻ ചെയ്തു അവസാനം വരെ ഒന്നിച്ച് നിൽക്കാമെന്ന്. അവരുടെ പ്ലാനിങ് ഒക്കെ കറക്റ്റായിരുന്നു. അവർ അവസാനം വരെ ഒന്നിച്ച് നിൽക്കുകയും ചെയ്തു. ബാക്കി എല്ലാവരും പുറത്താക്കി അവർ തന്നെ അവസാനത്ത് എത്തുകയും ചെയ്തു. അതെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു. ജഡ്ജസിന് മനസ്സിലായി, അവിടെയുള്ള കണ്ടസ്റ്റൻറ്റിനും മനസ്സിലായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ മണ്ടത്തരം കാണിച്ചു, വലിയ മണ്ടത്തരം. അവസാനം അവർ ഗെയിം കളിക്കാതെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിന്നു. ശരിക്കും അവർ അവിടെ ഗെയിമല്ലേ കളിക്കേണ്ടത്. ഒരാൾ അവിടെ ഗെയിം കളിക്കുമെന്ന് അറിയാൻ വേണ്ടി രഞ്ജിനി പലതവണ അവരെ കൊണ്ട് വീണ്ടും വീണ്ടും ജയിപ്പിച്ചു. എന്നിട്ടും മറ്റൊരാളെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ഇങ്ങനെ പോയാൽ ആർക്കും ജയിക്കാനും തോൽക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അവർ കളമാറ്റി ചവിട്ടി മറ്റൊരാളെ എങ്ങനെയെങ്കിലും പുറത്താക്കരുതെങ്കിൽ അവർക്ക് അവിടെ നല്ല അഭിനന്ദനം കിട്ടിയേനെ. നിങ്ങൾ കളർ മാറ്റുന്നവരെ നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് രഞ്ജിനി പറയുന്നു കേട്ടിട്ടെങ്കിലും അവർ മാറ്റണ്ടേ? അവർക്ക് തോന്നിക്കാണും തങ്ങളുടെ ഒരു കൂട്ടുകാരനെ പറ്റിക്കേണ്ടതെന്ന്. പക്ഷേ ഇതൊരു ബിഗ് ബോസ് അല്ലല്ലോ, ബിഗ് ബോസിലേക്ക് കയറുന്ന ഒരു ഷോ അല്ലേ. അപ്പോൾ അഖിൽമാരാർ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചത് ബിഗ് ബോസ് ആണെന്ന്. ജഡ്ജിമാരെ തോൽപ്പിക്കാനാണെന്ന് അവർ മറുപടി പറഞ്ഞു. അവരെന്ത് മണ്ടന്മാരാ, ജഡ്ജിമാരെയാണ് തോൽപ്പിക്കേണ്ടത്. നോക്കി സെലക്ട് ചെയ്ത് ബിഗ് ബോസിലേക്ക് വിടേണ്ട ആൾക്കാരല്ലേ, അവരോടാണ് കളിക്കേണ്ടത്. രഞ്ജിനിയും അഖിൽമാരും പൊട്ടിത്തെറിച്ചു അവരോട്. ശരിക്കും ഗെയിം കളിക്കാതെ എന്താണ് നിങ്ങൾ കാണിക്കുന്നതെന്നാണ് അവർ ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും ബിഗ് ബോസിലേക്ക് കെട്ടിപ്പിടിച്ചു വിടാൻ യാതൊരു താല്പര്യമില്ലെന്ന് അഖിൽമാർ. റിയാസ് പറഞ്ഞു, അവസാനം വരെ നിങ്ങൾ കളിച്ചത് ഓക്കെ, പക്ഷേ ലാസ്റ്റ് നിങ്ങൾ രണ്ടുപേരുമായപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കേണ്ടതല്ലേ. എന്ത് അഹങ്കാരമാണ് ഷാമോന്. ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള മത്സരാർത്ഥികളുടെ ജഡ്ജായിട്ടിരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രഞ്ജിനി ഇറങ്ങിപ്പോയി. നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ഞങ്ങളെ വിട്ടുകളാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അഖിൽമാരാർ ഇറങ്ങിപ്പോയി, കൂടെ റിയാസും. ശരിക്കും പറഞ്ഞാൽ ജഡ്ജിമാരെന്തിനാണ് ഇറങ്ങിപ്പോകുന്നത്? അവർ ശരിയായി ഗെയിം കളിച്ചില്ലെങ്കിൽ അവരെ പുറത്താക്കിയാൽ പോരെ, അവരല്ലേ പറഞ്ഞു വിടണ്ടേ? ജഡ്ജിമാരല്ലോ. അപ്പോൾ അതിൽ ഒരു നാടകീയത വരുത്താൻ വേണ്ടിയിട്ടാണ് അവരിറങ്ങിപ്പോയത്. അപ്പോൾ ഒരു റേറ്റിംഗ് ഒക്കെ കൂടുമല്ലോ. അഗ്നിപരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ച ചലനം ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് അവരൊരു നമ്പറും ആയിക്കൂടെ. അതോടുകൂടി ആ എപ്പിസോഡ് തീർത്തു. ഇതിന് മുമ്പത്തെ ടാസ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും വിശ്വാസമുള്ളവരെയും വിശ്വാസമില്ലാത്തവരുടെയും പേരുകൾ പറഞ്ഞു, അത്രമാത്രം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യൂ. അഗ്നി പരീക്ഷ വിജയിച്ച് ആരൊക്കെ ബിഗ് ബോസിൽ കയറും? ഇപ്പോൾ ആരൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത്? ലോലിറ്റയോ രാകേഷോ? ആരാണ് മുന്നിൽ?